നമസ്കാരം. വെൽക്കം ടു ന്യൂവേഴ്സ് കിച്ചൺ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 4 മണി ചായക്കൊപ്പം വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അരിപ്പക്കവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണും. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ പോകാം വീഡിയോയിലേക്ക്. അരിപ്പക്കവട തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്ത് ഉടച്ചെടുക്കാം. ഈ മാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ചോറിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി, ഇളം പുളിയുള്ള തൈര് 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. തൈരിന്റെ പുളി അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായത്തിന്റെ പൊടി 2-3 പിഞ്ച് കായത്തിന്റെ പൊടി, ഒരു പകുതി സവോള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും, എരിവിനായിട്ട് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ഫ്രഷ് മല്ലിയില ചോപ്പ് ചെയ്തത് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട്, ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. മാവ് ഇവിടെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി പക്കവട ഫ്രൈ ചെയ്തെടുക്കാം. പക്കവട ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ചധികം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഓരോന്നുള്ളായിട്ട് നമുക്ക് മാവ് തിരിച്ച് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് ഷേപ്പിന്റെ ആവശ്യമൊന്നുമില്ല. ഉരുട്ടിയെടുക്കണമെങ്കിൽ ഉരുട്ടിയെടുക്കുക, അല്ലെങ്കിൽ ഒരു നുള്ളി ഇട്ട് കൊടുത്താലും മതി. ആദ്യത്തെ ഒരു ബാച്ച് പക്കവട തിരിച്ചും മറിച്ചിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്നും ഇനി കോരി മാറ്റാം. ബാക്കി എല്ലാ പക്കവടയും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ചായ തിളക്കുന്ന സമയം കൊണ്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അരിപ്പക്കവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാവ് കുഴച്ച ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ആണ്. ഉള്ളു നല്ല സോഫ്റ്റും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു കിടിലൻ പക്കവടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു.